അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല ഗതാഗതം മെയ് 30 വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആകെ 25 വീടുകൾ തകർന്നതായാണ് കണക്ക്. ഇതിൽ 24 വീടുകൾ ഭാഗികമായും ഒരെണ്ണം പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 12 വീടുകളാണ് തകർന്നത്. ഉടുമ്പൻചോല താലൂക്കിൽ 12 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു. ദേവികുളം താലൂക്കിൽ 5 വീടുകളും തൊടുപുഴ താലൂക്കിൽ 6 എണ്ണവും ഇടുക്കി താലൂക്കിൽ ഒരു വീടും ഭാഗികമായി തകർന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജില്ലയിൽ റെഡ് അലർട്ടാണ്. കൂടാതെ ബുധനാഴ്ച ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 4 കുടുംബങ്ങളിലെ 17 പേർ താമസിക്കുന്നുണ്ട്. ഇതിൽ 3 കുട്ടികളും 10 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 2333.62 അടിയാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൽ 118.1 അടി ജലമാണുള്ളത്. കൂടാതെ ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല ഗതാഗതം മെയ് 30 വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ദേശീയപാത 85-ൽ കരടിപ്പാറയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഇരുട്ടുകാനത്തു നിന്നും കല്ലാർ വട്ടിയാർ വഴി 2 മൈൽ വരെയുള്ള ഭാഗത്തെ റോഡ് ഗതാഗതം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചിട്ടുമുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായതിനാൽ 250 ക്യുമെക്സ് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പെരിയാർ മുതിരപ്പുഴയാർ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി.